ക്രൈസ്റ്റ് ബ്ലസ് എന്ന ടിവിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തു മൂലം രക്ഷിക്കപ്പെടുവാനും കർത്താവിന്റെ ഒരു മകളായി തീരുവാനും ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ പേര് എൽസി ജോസഫ്. ഞങ്ങൾ ടെക്സസിൽ മെക്കാൽ എന്ന പ്രദേശത്ത് താമസിക്കുന്നു. കേരളത്തിൽ നിന്ന് 32 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വരുവാനും ദൈവകൃപയിലേക്ക് വരുവാനും എല്ലാം കർത്താവ് സഹായിച്ചത് അവിടുത്തെ വലിയ കൃപയാണ്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ക്രൈസ്റ്റ് ബ്ലസ്സിലൂടെ പങ്കിടുവാൻ കർത്താവ് സഹായിക്കുന്നുണ്ട്. നന്ദി പറയുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തു. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ തന്നെ, പാപികളായിരുന്നപ്പോൾ തന്നെ അവിടുത്തെ സ്നേഹം നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമോചനമുണ്ട്. അവൻ ക്രിസ്തു വന്ന സഭയുടെ, ഹല്ലേലൂയ സ്തോത്രം, ആ സഭയുടെ ചർച്ച് എന്ന അല്ലെങ്കിൽ സഭയെന്ന ശരീരത്തിന്റെ തലയാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവനിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത്, അവനിൽ മാത്രമാണ് സമാധാനമുള്ളത്, ആ യേശുവിൽ മാത്രമാണ് നമുക്ക് സന്തോഷമുള്ളത്, ആ യേശുവിൽ മാത്രമാണ് നമുക്ക് പ്രത്യാശയുള്ളത്. ആ യേശു നമ്മളെ ഓരോരുത്തരെയും തേടി വന്നതാണ്. ഉയരത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യ രൂപമെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അവസാന തുള്ളി രക്തവും നമുക്ക് ഊറ്റിത്തന്ന് നമ്മളെ മക്കളാക്കി തീർക്കുവാൻ, അവകാശികളാക്കി തീർക്കുവാൻ, അവിടുത്തെ പുത്രന്മാരും പുത്രിമാരും തീർക്കുവാൻ നമ്മെ സ്നേഹിച്ച ആ യേശുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ താഴ്ത്തുകയാണ്. അവിടത്തേക്ക് സകല മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും കരയേറ്റിക്കൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുകട്ടെ. 2002 മാർച്ച് മാസത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തി ജീവിതമാണ് ഞാൻ. ഒരിക്കലും ഇനി രക്ഷപ്പെടുകയില്ല, ഒരിക്കലും എനിക്ക് രോഗസൗഖ്യമുണ്ടാകുകയില്ല. മരണം എന്റെ മുഖാമുഖം കണ്ടപ്പോൾ, ഹല്ലേലൂയ, ഡോക്ടർമാരനെ തള്ളിക്കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, മീൻസ് എനിക്ക് രക്ഷയില്ല എന്ന് എഴുതി തള്ളിയപ്പോൾ എൻ്റെ യേശു എന്നെ കൈവിട്ടില്ല. നമ്മുടെ രോഗങ്ങളെ വഹിച്ച, വ്യാധികളെ ചുമന്ന, ആ കാൽവരി ക്രൂശിൽ ആ അവസാനത്തുള്ളി രക്തമൂറ്റി തന്ന് അവന്റെ അടിപ്പിണരുകൾ നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഏറ്റ ആ കർത്താവിന്റെ കൃപ, കരുണ, ദയ എന്നിൽ പകർന്നതുകൊണ്ട് 22 വർഷമായിട്ട് ഞാൻ ജീവിക്കുകയാണ്. 22 വർഷം മുമ്പ് ഡോക്ടേഴ്സ് എന്റെ മെഡിക്കൽ റെക്കോർഡിൽ എഴുതി വെച്ചു 3 months ഓൺലി. അതുപോലെ തന്നെ എഴുതി പറഞ്ഞൊരു കാര്യമാണ് ഡിസേബിൾഡ് എന്ന്. എന്നാൽ അതെല്ലാം മാറ്റി എഴുതുവാൻ, ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് മാറ്റി എഴുതുന്ന, മരണത്തിന് നീക്കുപോക്ക് നൽകുന്ന, ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ നൽകുന്ന ഹല്ലേലൂയ യേശു എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ അത്ഭുതം ചെയ്യുകയായിരുന്നു. 3 മാസം അവധി പറഞ്ഞിടത്ത് 22 വർഷം ജീവിപ്പാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ എനിക്ക് ഇന്ന് ഇടയായി. അത് തന്നെയുമല്ല, ഡിസേബിൾഡ് എന്ന് എഴുതിയ സ്ഥാനത്ത് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന 4ാം സ്റ്റേജ് പാൻക്രിയാറ്റിക് ക്യാൻസർ, ടേമിനൽ സ്റ്റേജ് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന രോഗമാണ് എനിക്ക് വന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വിടിവിപ്പാൻ ശക്തനായ യേശു, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ആ യേശുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ, അവന്റെ മുഖം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ അവനെ വിളിച്ചപേക്ഷിച്ച് വിശ്വസിച്ചാൽ അവൻ നിങ്ങളെയും വിടുവിപ്പാൻ ഇടയാക്കി തീർക്കും. 2024 ഈ മാർച്ച് അല്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കിയത് ഹല്ലേലൂയ 2002 ഹല്ലേലൂയ സ്തോത്രം മാർച്ച് മാസത്തിൽ എഴുതിത്തള്ളിയ, ആ ഡോക്ടേഴ്സ് എഴുതിത്തള്ളിയ ജീവിതം ആണ് എൻ്റെത്. എന്നാൽ ആ കർത്താവ് ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നുവെന്നേ പറയാൻ എനിക്ക് ആകെയുള്ളൂ. കാരണം പ്രഗത്ഭരായ അമേരിക്കയിലെ പല ഡോക്ടേഴ്സാണ് ഒന്നിനു പുറകെ ഒന്നായി വിധി പറഞ്ഞ് എൻ്റെ ജീവിതത്തെ ദിവസങ്ങളായി എണ്ണിക്കുറിച്ചത്. എന്നാൽ ഹല്ലേലൂയ യേശു കർത്താവിന്റെ കൃപയാൽ ദൈവം എന്നെ വിടുവിച്ച് രക്ഷിച്ച് സൗഖ്യമാക്കി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് ആ യേശു എന്ന് ജീവിക്കുന്നുവെന്ന് പറയുവാൻ, യേശു എന്ന് സൗഖ്യമാക്കുമെന്ന് പറയുവാൻ, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായത് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ദൈവമക്കളെ, അല്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മളെയും വിടുവിപ്പാൻ ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ആ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ ഞാൻ വലിയ സർജറിയിലൂടെ കടന്നുപോയി. 9.5 മണിക്കൂർ സർജറിയാണ് എൻ്റെ ശരീരത്തിൽ അവർ ചെയ്തത്. പല അവയവങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് സർജിക്കലി റിമൂവ് ചെയ്യാനിടയായി. പാൻക്രിയാസിലായിരുന്നു ക്യാൻസർ എങ്കിലും അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്
സ്പ്രെഡ് ചെയ്ത് മെറ്റസ്റ്റേറ്റിക് ക്യാൻസർ ആയിരുന്നു. അതായത് സ്റ്റൊമക്കിലും ലിവറില് ഇൻഡസ്ട്രിയൽ ബാങ്കുകളിൽ ലിംഫ് നോഡിലെല്ലാം ബാധിച്ചതാണ്. എന്നാൽ ഹാലേലുയ, കൃപയാൽ ദൈവം എന്നെ രക്ഷിച്ചു. എന്നാൽ 7 അവയവങ്ങൾ മുറിച്ച് മാറ്റി സർജിക്കൽ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. പാരങ്കാസിന്റെ 3/4 ഭാഗം റിമൂവ് ചെയ്തു, സ്റ്റൊമക്കിന്റെ ഹാഫ് റിമൂവ് ചെയ്തു, ഡിയോഡിനം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു, ജജനത്തിന്റെ 20 സെന്റിമീറ്റേഴ്സ് റിമൂവ് ചെയ്തു, ഗോൾ ബ്ലാഡർ, പാൻഗാറ്റിക് ഡക്ട്, ബയൽ ഡക്ട്, ലിംഫ് നോഡ്സ് ആയിട്ട് അത് ശരീരത്തിന്റെ ക്യാൻസർ ബാധിതമായിട്ടുള്ള 23 മുഴകളായി രൂപാന്തരപ്പെട്ടത് റിമൂവ് ചെയ്യാനിടയായി. അങ്ങനെ ചുരുക്കം പറഞ്ഞാല് ശരീരത്തിന്റെ പല അവയവങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി ജീവിതമാണ് ഞാൻ. ഡോക്ടർമാർ എന്നോട് ഡിസേബിൾഡ് എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ജോലിക്ക് തിരിച്ചു പോകാനൊന്നും സാധിക്കത്തില്ല. 3 മാസം അവധി പറഞ്ഞെടുത്ത് എങ്ങനെയാണ് ജോലിക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത്? എന്നാൽ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിനെ മാറ്റി എഴുതുന്ന ആ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, നമ്മളെ സൗഖ്യമാക്കുന്ന യേശു എന്ന് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ജോലിക്ക് കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ജോലിക്ക് കടന്നുപോയി. പല പ്രൊമോഷനുകൾ ദൈവം എനിക്ക് തരുവാനിടയായി. നഴ്സിംഗ് ഒരു നേഴ്സായിരുന്നു അന്ന് ഞാൻ. എന്നാൽ പിന്നീട് എന്നെ ചാർജ് നേഴ്സായിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റി നേഴ്സായിട്ട്, നേഴ്സ് മാനേജറായിട്ടും നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ടും ഒക്കെ കർത്താവ് ഉയർത്തുവാൻ ഇടയായിത്തീരുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ അത്ഭുത പ്രവർത്തികൾ നൽകി ആ യേശു ജീവിക്കുന്നു പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു സകല മഹത്വവും ഞാൻ വീണ്ടും കരയറ്റുകയാണ്. രോഗക്കിടക്കലായിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പലവിധമായ അനുഭവങ്ങളിലൂടെ ദൈവനെ കടത്തിവിടുകയുണ്ടായി. അതായത് ദൈവത്തിന്റെ സ്നേഹം ഒന്നുകൂടെ അനുഭവിച്ചിടയായി. പലപ്പോഴും നമ്മൾ രോഗത്തിലും ദുഃഖത്തിലും പ്രതികൂലത്തിലും പ്രയാസത്തിലും വേദനയിലാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചതെന്ന് പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ, എനിക്കൊന്ന് കർത്താവ് മനസ്സിലാക്കി തന്നത്, എൻ്റെ ജീവിതത്തിൽ രോഗം വന്നത് കർത്താവിനോട് ഒന്നുകൂടെ അടുക്കുവാൻ, അവന്റെ സ്നേഹം ഒന്നുകൂടെ രുചിച്ചറിയുവാൻ, എന്നെ ഒന്നും കൂടെ ശുദ്ധീകരിച്ചെടുക്കുവാൻ ഹല്ലേലൂയ ഒക്കെ ദൈവം അത് ഇടയാക്കി തീർത്തു എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് എന്നെ ദൈവം ആശ്വസിപ്പിച്ച ആശ്വാസ കരങ്ങൾ എനിക്ക് അനുഭവിക്കാനിടയായി. ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ കരസ്പർശനം അനുഭവിക്കാനിടയായി. അത് തന്നെയുമല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ച അനുഗ്രഹത്താൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ഇടയാക്കി തീർത്തു. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവമക്കളെ, നാം തീയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമ്മൾ വെന്തു പോകുവാനല്ല. God is hallelujah looking at us, hallelujah, when we are in the fire, and he will take us out in due time so that we will be useful for other people. hallelujah. വെള്ളത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ മുക്കി കൊല്ലുവാനൊന്നുമല്ല. hallelujah സ്തോത്രം, നമ്മളെ ശുദ്ധീകരിച്ചെടുത്ത് നല്ലൊരു മാനപാത്രമായി മറ്റുള്ളവർക്ക് അനുഗ്രഹപാത്രമാക്കി തീർക്കുവാനാണ്. സ്തോത്രം. അത്ഭുതകരമായിട്ട് ദൈവം എന്നെ വിടുവിച്ച് രക്ഷിച്ച് ഹല്ലേലൂയ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ പറഞ്ഞു, യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരാൻ നിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ഒരു അഭ്യസന കളരിയാണ് ഇത് എന്ന്. ആ സമയത്ത് പല സമയത്തും ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവെങ്കിലും ആ രോഗക്കിടക്കയിലായിരുന്ന സമയങ്ങളിലാണ് ഏറ്റവും അധികം പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചത്. അത്ഭുതമായി കർത്താവ് എന്നെ ഹല്ലേലൂയ സൗഖ്യമാക്കിയ ആ ദൈവത്തിന്റെ കരസ്പർശനം അനുഭവിച്ചത് മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, സഭയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ സഹായിക്കുകയുണ്ടായി. ദൈവം ഹല്ലേലൂയ ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇപ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവിനെ ശക്തീകരിച്ചത്, ബലപ്പെടുത്തിയത്, പഠിപ്പിച്ചത് ഒക്കെ എന്റെ രോഗക്കിടക്കയുടെ സമയത്താണ്. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവമക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് നാം പ്രതികൂലത്തിന്റെ അവസ്ഥയിലാണ്. നമ്മുടെ യുദ്ധത്തിനായി ദൈവം നമ്മളെ അഭ്യസിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ഒരു മാനപാത്രമായി തീർക്കുവാൻ എന്റെ കർത്താവിന് മനസ്സലിഞ്ഞു. രോഗക്കിടക്കയില് പലപ്പോഴും പലരും പിറുപിറുക്കുകയും എന്തിനാണ് എനിക്കിത് വന്നത്, എന്തുകൊണ്ടാണ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെയും ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കും. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. God is the designer of us and he is the creator. He knows which way we should be molded.
and made according to his purpose. അതുപോലെ തന്നെ ആ ദൈവത്തിന്റെ സ്വരൂപം നമ്മളിൽ ഉളവായി വരുവാൻ ചിലപ്പോൾ നമ്മൾ രോഗത്തിലൂടെ, പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. ആ ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ പിറുപിറുക്കുവാനല്ല, കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് അവന്റെ ആ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ഇറങ്ങി ചെല്ലുന്നുവെങ്കിൽ പല പുതിയ പാഠങ്ങൾ അവൻ നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീരും. യുദ്ധത്തിനായി നമ്മുടെ കൈകളെ, പൂർണ്ണനായ വിരലുകളെ അഭ്യസിപ്പിക്കുന്ന കർത്താവ് ഞാൻ രോഗക്കിടക്കിലായിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചത്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയുടെ കട നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. ആ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, നമ്മൾ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ ഇങ്ങനെ പാപികളാൽ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. നമ്മുടെ കർത്താവ് രോഗത്തിലൂടെ രോഗശീലിച്ചവനായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനും ദുഃഖത്തിലൂടെ, പ്രയാസത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ ആ ഹാലയിലെ ക്രൂശിൽ മരിച്ചത് മറ്റൊന്നിനുമല്ല, നമ്മുടെ രോഗസൗഖ്യവും നമുക്ക് മനസ്സമാധാനവും ഉണ്ടാകുവാനും കൂടെയാണ്. നിത്യതയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടിയാണ് കർത്താവ് ഇറങ്ങി വന്നത്. അത് സത്യം തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ മോചിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ സ്വർഗത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ, അവിടുത്തെ അവകാശികളാക്കി തീർക്കുവാൻ, പുത്രന്മാരെ തീർക്കുവാൻ പരിശുദ്ധാനം നൽകി തന്ന് വിശുദ്ധീകരിച്ച് അവിടുത്തെ സഭയായി നമ്മളെ, ഹല്ലേലൂയ, മണവാട്ടിയെ കൊണ്ടുപോകുവാനാണ് കർത്താവ് ഇറങ്ങി വന്നത്. എന്നാൽ പ്രതികൂലത്തിൽ, പ്രയാസത്തിൽ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാൻ, ആശ്വാസത്താൽ അനേകരെ ആശ്വസിപ്പിക്കേണ്ടതിന്, മറ്റുള്ള അനുഗ്രഹിക്കേണ്ടതിന് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്ന ഒരു പ്രക്രിയ കൂടെയാണ് നമ്മുടെ രോഗങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും. എന്റെ അനുഭവം അതാണ്. വെള്ളത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വെള്ളം നമ്മളെ മുക്കിക്കളയുവാനല്ല, എന്നാൽ നമ്മളെ ശുദ്ധീകരിച്ച് നല്ലൊരു മാനപാത്രമാക്കി മറ്റുള്ളവർക്ക് ആശ്വാസമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളെ അങ്ങനെ അനുഭവത്തിലൂടെ കടത്തിവിടും. രോഗക്കിടക്കലായിരുന്നു കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ മരുന്നായി തീരും. പലപ്പോഴും നാം രോഗക്കിടക്കിലായിരിക്കുമ്പോൾ മരുന്നിനെയൊക്കെ ആശ്രയിക്കുന്നു. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഹല്ലേലൂയ, ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആ വചനം നമ്മുടെ സർവ്വദേഹത്തിന് സൗഖ്യമാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഇതാണ്, ഹല്ലേലൂയ, അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ അടുപ്പിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വർണ്ണിക്കുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവമായത് മക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അത് തന്നെയുമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നാം പുറത്ത് പിന്മാറി പോകുവാനല്ല, കർത്താവിന്റെ പാദപീഠത്തിൽ അവന്റെ കുരിശിൻ കീഴിൽ വന്നിരുന്നു കൊണ്ട് അവന്റെ ആ സ്നേഹം അനുഭവിപ്പാൻ, അവന്റെ ഹല്ലേലൂയ കരുതൽ അനുഭവിപ്പാൻ, അവന്റെ പ്രസൻസ് അനുഭവിപ്പാൻ ഇടയാക്കി തീർത്തത് രോഗക്കിടക്കിൽ വെച്ചാണ്. ഹല്ലേലൂയ. കൂടുതലായി കർത്താവിനെ അടുത്ത് ചെല്ലുവാനും അവൻ എനിക്ക് പല ദർശനങ്ങൾ നൽകി തരുവാനും ഒക്കെ ഇടയായി തീർന്നു. ഞാൻ രോഗക്കിടക്കായ കർത്താവ് ഞാൻ മരിച്ച് മണ്ണടിഞ്ഞു പോകുന്നതായിട്ടല്ല എന്നെ ദർശനങ്ങളിൽ കാണിച്ചത്. ഞാൻ രോഗക്കിടക്ക് വിട്ടെഴുന്നേറ്റ് അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും സുവിശേഷം പങ്കിടുന്നതും പല ഹല്ലേലൂയ സ്തോത്രം ദേശങ്ങൾ അയക്കുന്നതും ഹല്ലേലൂയ ഓടുന്നതൊക്കെ ദൈവം എന്നെ കാണിക്കാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ള ഒരു ദൈവമാണ് കർത്താവ്. അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമ്മൾക്ക് മധ്യസ്ഥ അണയ്ക്കുന്നു മാത്രമല്ല, നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ചിലപ്പോൾ കർത്താവ് സ്വപ്നത്തിലൂടെ സംസാരിക്കും, ദർശനങ്ങളോട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ചില നിയോഗങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവമാണ്. എന്നോട് അങ്ങനെ ഒത്തിരി പ്രാവശ്യം കർത്താവ് സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഹല്ലേലൂയ ആയിരുന്നപ്പോൾ അനേക പ്രാവശ്യം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചു ഇടയായി. 2-3 അനുഭവങ്ങൾ അതും കൂടെ പറയട്ടെ. ദൈവമക്കളെ, സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്നേഹിക്കുന്ന, കരുതുന്ന, കണ്ണുനീരൊപ്പുന്ന, അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന നാഥനാണ്.
ഞാൻ രോഗക്കിടക്കലായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് സർജറിയുടെ തലേദിവസം എൻ്റെ ചേർച്ചിൽ നിന്ന് ചില സഹോദരന്മാരെ കാണുവാനായിട്ട് കടന്നു വന്നു. അവരെൻ്റെ ആ കിടക്കയ്ക്ക് ചുറ്റും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മുഖത്ത് സഹതാപമൊക്കെ ഉണ്ടായിരുന്നു. പാട്ടുകാടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ക്രൂശിനെ ധ്യാനിച്ച്, കർത്താവിനെ ധ്യാനിച്ച് രോഗക്കിടക്കലായിരിക്കുമ്പോൾ ഞാനൊരു ദൈവ ശബ്ദം കേൾക്കുകയാണ്. ഹല്ലേലൂയ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നിന്നോട് കൂടെ ഇരിക്കുമെന്ന ദൈവശബ്ദം ഞാൻ കേൾക്കുകയാണ്. അപ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ആ രോഗക്കിടക്ക ഒരു തൊട്ടിലാടുന്നത് പോലെ, ഒരു അമ്മ ഒരു കുഞ്ഞിനെ ആട്ടിയുറക്കുന്നത് പോലെയുള്ള ആ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ലാളനത്തിന്റെ കരങ്ങൾ അനുഭവിച്ചറിയുവാൻ ഇടയായി. ദൈവത്തിന്റെ പ്രസൻസ് ടാഞ്ചിബിൾ ആയിട്ട് ഞാൻ അനുഭവിച്ചു. ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടതുപോലെ ദൈവത്തിന്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അത് വാസ്തവമായ ദൈവത്തിന്റെ ശബ്ദം തന്നെയായിരുന്നു. സ്തോത്രം. അതിനുശേഷം എനിക്ക് വലിയ ധൈര്യം ഉണ്ടായി. ഞാൻ മറ്റുള്ളവരോടൊക്കെ പിന്നെ അവരെയൊക്കെ ധൈര്യപ്പെടുത്താനിടയായി. കാരണം പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന മാരകമായ രോഗമാണ്. അത് 3 മാസം മാത്രം അവധിയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. സർജറി കടന്നുപോയ ഞാൻ ഒരു 4-5 മാസം കൂടെ ചിലപ്പോൾ ജീവിച്ചേക്കും എന്നൊക്കെയാണ് ഡോക്ടർമാർ വിധി പറഞ്ഞത്. എന്നാൽ സഹതാപത്തോടെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശു എന്നോട് സംസാരിച്ചു. ഞാനതിൽ വിശ്വസിച്ചു. എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കും. അന്ന് രാത്രികാലം കർത്താവ് എനിക്ക് ഒത്തിരി ദർശനങ്ങൾ നൽകി. എന്താണെന്നോ ദർശനങ്ങൾ? അനേക വയലുകൾ വിളഞ്ഞു കിടക്കുന്നതായിട്ടും, ഞാൻ അനേക രാജ്യങ്ങളിൽ പോകുന്നത്, അനേക ദേശങ്ങളിൽ പോകുന്നത്, അനേക ജാതികളോട് ഹല്ലേലൂയ വചനം പറയുന്നതും ആ സുവിശേഷം പങ്കിടുന്നതൊക്കെയാണ്. അതൊക്കെയും പിന്നീട് പൂർത്തീകരിക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, ഗാഡ് ഈസ് എ ഗാഡ് ഹു വിൽ ഫുൾഫിൽ ഹിസ് പേർപ്പസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധിപ്പിച്ചെടുക്കുന്ന ദൈവമാണ്. അതിനുശേഷം ഇപ്പോൾ 22 വർഷമായി ഞാൻ പറഞ്ഞല്ലോ, അനേക രാജ്യങ്ങളിൽ കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി. 50-ൽ പരം രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാൻ കർത്താവിന്റെ കൃപയാൽ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. ചൈനയിലും റഷ്യയിലും അതുപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളില്, ഓസ്ട്രേലിയ, ഫിജി ഐലൻഡ്, അതുപോലെ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളില്, ബെലീസില്, ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ ഒത്തിരി പനാമ, ഹല്ലേലൂയ ക്യൂബ, ഒത്തിരി രാജ്യങ്ങളിൽ കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന്റെ കൃപയാല് അനേകർ കൃപയിലേക്ക് കടന്നു വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ ഭവനത്തുള്ള പ്രാർത്ഥന മുഖേന ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സ്ഥാനത്ത് സമയം മുതൽ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ചിലർക്ക് ട്രാക്റ്റുകൾ കൊടുക്കുകയും, ബൈബിൾ കൊടുക്കുകയും, ബൈബിൾ കസറ്റുകൾ കൊടുക്കുകയും, ഇൻഡിവിജ്വലായിട്ട് സുവിശേഷം പറയുകയും, പല സ്ഥലത്ത് സാക്ഷിയായി നിൽക്കുകയും ഒക്കെ ചെയ്തത് മുഖാന്തരമായി അനേക രക്ഷിക്കപ്പെടുവാൻ കർത്താവ് മുഖാന്തരമാക്കി. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളൊരു ഉപകരണങ്ങൾ മാത്രം. യേശുവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ക്യാൻസറിന് നിന്നെ തകർത്ത് കളയാനാകയില്ല, പിശാചിന് നിന്നെ തകർത്ത് കളയാനാകയില്ല. യേശുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒരുക്കിയെടുത്ത് നല്ല മാനപാത്രമായി, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, പലയിടത്തും അയക്കുവാൻ ഇടയാക്കി തീർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അലയിൽ നിന്ന് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നുവോ, മടുത്തിരിക്കുന്നുവോ, നിരാശപ്പെട്ടിരിക്കുന്നുവോ, രോഗക്കിടക്കലായിരിക്കുന്നുവോ, ആ രോഗക്കിടക്ക് വിട്ട് എഴുന്നേൽപ്പിക്കുവാൻ ശക്തനായ യേശു ഇന്നും ജീവിക്കുന്നു. അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യമായതുപോലെ ഇന്ന് സൗഖ്യപ്പെടുത്തുവാൻ യേശു നമ്മുടെ അരികിലുണ്ട്. നാം വിളിച്ച് അപേക്ഷിച്ചാൽ മതി. അവനെ തൊടുവാൻ ഹല്ലേലൂയ, അവൻ നമ്മോട് അടുത്തു വരുന്ന ദൈവമാണ്, അകന്നിരിക്കുന്ന ദൈവമല്ല. അവൻ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമെങ്കിലും ഹല്ലേലൂയ നമ്മെപ്പോലെ അശരണായിരിക്കുന്നവർക്ക് വേണ്ടി, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, ഭാരം ചുമന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പാൻ മറ്റാരുമില്ല. അവൻ ഹല്ലേലൂയ മിറക്കിൾ നടത്തുന്ന പോലെ, അത്ഭുതം പ്രവർത്തിക്കുന്ന പോലെ അത്ഭുതം പ്രവർത്തിക്കാൻ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. അവൻ ആശ്വസിപ്പിക്കുന്നത് പോലെ, കണ്ണുനീരൊപ്പുന്നത് പോലെ മറ്റാരും കണ്ണീരൊപ്പുവാനില്ല. അവൻ നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ആ കർത്താവിന്റെ സ്നേഹം അധികമായി അനുഭവിച്ചറിയുവാൻ ഇടയാക്കി തീർത്തു ദൈവമക്കളെ. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് 2 ആൺമക്കളാണുള്ളത്. അവർക്ക് അന്ന് 6 വയസ്സ് 9 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് 31 വയസ്സ് 28 വയസ്സ് പ്രായം
പ്രായമാകുവാൻ കർത്താവ് ഇടയാക്കി. അവരെയൊക്കെ വളരുന്നത് കാണുവാൻ ദൈവം കൃപ ചെയ്തു. ആ സമയത്ത് ഹല്ലേലൂയ എൻ്റെ ഇളയ കുഞ്ഞ്, ഞങ്ങളുടെ ഇളയ കുഞ്ഞ് 6 വയസ്സുള്ള മകൻ വളരെ ഉറക്കെ കരയുവാനും മമ്മി പോകരുത്, മമ്മി പോകരുത്, ഐ നീഡ് യു, ഐ നീഡ് യു, മമ്മി ഡോൺ ഗോ എന്നൊക്കെ പറഞ്ഞ് കരയുവാനിടയായി. ഞാൻ ഒന്നും കണ്ണുനീര് അടക്കി അവന്റെ മുമ്പിൽ കരയാതെ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. ഇടയ്ക്ക് തന്നെ ഹോസ്പിറ്റൽ കിടക്കലായിരുന്നെങ്കിലും സർജറിക്ക് തലേ ദിവസം എന്നെ വീട്ടില് അവര് വിട്ട് വീട്ടുകാരുമായിട്ടൊക്കെയും ഈ അമേരിക്കയിൽ അങ്ങനെയൊക്കെ ഫാമിലിക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു മെഡിക്കൽ സംവിധാനമാണ് ഉള്ളത്. ആ സമയത്ത് തന്നെ തലേദിവസം വീട്ടിൽ വിട്ടതാണ്. പിറ്റേ ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞൊക്കെ പോരുവാനായിട്ട്. ആ സമയത്താണ് കുഞ്ഞ് ഉറക്കെ കരഞ്ഞത്. എന്നാൽ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും അന്ന് രാത്രി കർത്താവിനെ ആശ്വസിപ്പിച്ചു. ആ സ്വപ്നത്തിലൂടെ കർത്താവിനോട് ഇടപെട്ടു. എനിക്കതെങ്ങനെയാണ് മനസ്സിലായത്? സർജറി കഴിഞ്ഞ് 9.5 മണിക്കൂർ സർജറിയാണ്. പല ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ എന്റെ സ്റ്റൊമക്കും ഇൻഡസ്റ്റൈൻ്റെ ഭാഗങ്ങളും ഗോൾ ബ്ലാഡും പാൻഗ്യാസും ബൈൽ ഡക്റ്റും പാൻഗ്യാറ്റിക് ഡക്റ്റും അങ്ങനെ മഴകളും ഒക്കെ നീക്കം ചെയ്ത് സർജറി 9.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ICUവിലായിരിക്കുമ്പോൾ പിറ്റേ ദിവസം എൻ്റെ മകൻ ഒരു പടം വരച്ചു കൊണ്ടുവരികയാണ്. ആ പടം ഒരു പിക്ചർ അവന് ദൈവം തലേ ദിവസം രാത്രി കാണിച്ച, അവനോട് സംസാരിച്ച വചനങ്ങളും വാക്കുകളും ഒക്കെയാണ്. ആ പടം വരച്ചുകൊണ്ടിരുന്ന ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, മമ്മി ഐ ലവ് യു, ജീസസ് ലവ്സ് യു ആൻഡ് ഹീൽ യു എന്ന് പറഞ്ഞ ആ ഒരു രോക്കടക്കിലായിരിക്കുന്ന ഒരാളുടെ പടം, അതിന് 2 ഭാഗത്തും 2 ഏഞ്ചൽസിനെ വരച്ചു വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പടം കുഞ്ഞ് ഗ്രാഫിക്കായിട്ട് വരച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനിത് ചോദിച്ചപ്പോൾ പറയുകയാണ്, മമ്മി പോയപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. അന്ന് രാത്രി യേശുപ്പച്ചൻ എന്നെ സ്വപ്നത്തിൽ ഇതൊക്കെ കാണിച്ചു. മമ്മി അസുഖം മാറി വീട്ടിൽ വന്ന് ജോലികളൊക്കെ ചെയ്ത് എന്നെ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നതും ഹല്ലേലൂയ സ്തോത്രം ഒക്കെ ദൈവം എന്നെ കാണിച്ചു. യേശുപ്പച്ചൻ എന്നോട് പറഞ്ഞു, നിന്റെ അമ്മയെ ഹല്ലേലൂയ ഏഞ്ചൽസിനെ വിട്ട്, ദൂതന്മാരെ വിട്ട് ഞാൻ വിടുവിക്കും എന്ന്. അതൊക്കെയാണ് കുഞ്ഞ് എഴുതിക്കൊണ്ടുവരുന്നത്. എന്നാൽ എൻ്റെ 6 വയസ്സ് മകനിലൂടെ കർത്താവ് പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകാനിടയായി തീർന്നു. ഞാൻ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. കർത്താവിനെ സൗഖ്യമാക്കി. ഒരു ഭാര്യയുടെ ജോലികൾ ചെയ്യുവാൻ, ഒരമ്മയുടെ ജോലികൾ ചെയ്യുവാൻ, ആ ചേർച്ചിലൊക്കെ സൺഡേ സ്കൂൾ കോർഡിനേറ്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുവാന്, അല്ലെങ്കിൽ അതുപോലെ പല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എല്ലാ മഹത്വവും ഞാൻ പുകഴ്ചയും ദൈവത്തിന് അർപ്പിക്കുകയാണ്. നാം രോഗക്കിടക്കിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ല. അവൻ നമ്മളെ കൈവിട്ട് കളയത്തില്ല. ഏകനായി വിടി ഒരു നാളും കൈവിടി ഉപേക്ഷിച്ച് കളയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ കണ്ണുനീര് ഒപ്പുന്ന ദൈവമാ, നമ്മളെ ആശ്രയിക്കുന്ന ദൈവമാ, നമ്മുടെ ഉറ്റവരോട് ഇടവരെയും നമ്മളെ കുറിച്ചുള്ള ഹല്ലേലൂയ ഉദ്ദേശങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം സ്തോത്രം. അങ്ങനെ ഞാൻ ഹല്ലേലൂയ രോക്കടക്ക് വിറ്റ് എഴുന്നേറ്റു. അനേക ഹല്ലേലൂയ സ്തോത്രം. മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കീമോതെറാപ്പി, റേഡിയേഷന് ഒക്കെ എടുക്കുവാനിടയായി. എന്നാൽ അതൊന്നും എൻ്റെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ, എൻ്റെ തലമുടി പോലും പൊഴിഞ്ഞു പോകാതെ, എൻ്റെ ലിവറൊക്കെ 10 മടങ്ങ് വലുതായതാണെങ്കിലും അതെല്ലാം കർത്താവ് നോർമലാക്കി തീർക്കുവാനിടയായി. ഹല്ലേലൂയ. എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ എല്ലാ ഭക്ഷണം കഴിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഡോക്ടർമാരൊന്നും കഴിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എല്ലാ ഭക്ഷണം കഴിക്കാനിടയായി. ആരോഗ്യത്തോടെ തന്നെ ജോലിക്ക് കടന്നുപോയി. പല പ്രൊമോഷനുകൾ നൽകി. 3 മാസം അവധി പറഞ്ഞെടുത്ത് 22 വർഷം ജീവിക്കുന്നു. ഡിസേബിൾ എന്ന് എഴുതിയ സ്ഥലത്ത് കർത്താവ് പല പ്രൊമോഷനുകൾ നൽകി. ദൈവം എന്നെ ജോലിയിൽ നിലനിർത്തി. അനേക രാജ്യങ്ങൾ കടന്നു വരിടയായി തീർന്നു. നാട്ടിലൊക്കെയും ചില പ്രവർത്തനങ്ങൾ കർത്താവ് മുന്നമേ ഞങ്ങൾ തുടങ്ങിയിരുന്നു. പല ഡിസ്ട്രിക്റ്റുകൾ ട്രാക്റ്റുകൾ എടുക്കുവാൻ ടീമിനൊക്കെ അയക്കുവാനിടയായി തീർന്നു. പല ചേർച്ചുകളിൽ കേരളത്തിൽ ദൈവം ഞങ്ങളെ മുഖാന്തരം പടിയപ്പെട്ടു. ദൈവം പലരെ സൗഖ്യമാക്കി. പല ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുകയായി തീർന്നു. നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ഒഡീഷയിലും ജാർഖണ്ഡിലും പല ചേർച്ചുകൾ ഉണ്ടായി വരുവാൻ, ബംഗ്ലാദേശിൽ ഉണ്ടായി വരുവാൻ കർത്താവ് മുഖാന്തരമാക്കി. ഓർഫനേജ് നാട്ടിൽ തുടങ്ങാനൊക്കെ ഇടയായി. ചില കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. ചിലരൊക്കെ നല്ല അനുഭവങ്ങളിലേക്ക് വളരുവാൻ കർത്താവ് മുഖാന്തരമാക്കി തീർത്തു. എൻ്റെ ജോലിയിലും പലരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. അയൽക്കാർ ചിലർ രക്ഷിക്കപ്പെട്ടു. എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടു. ബാഴ്ചാന്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. അതുപോലെ തന്നെ പല ഹല്ലേലൂയ എൻ്റെ സഹോദരങ്ങൾ ചിലർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി.
എൻ്റെ കൂട്ടുകാര്, അയൽക്കാര്, അങ്ങനെ പലതും എല്ലാം ദൈവം ചെയ്യുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നുവെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, രോഗക്കിടക്കയിലായിരിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവമാണ്. ആ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ എനിക്ക് 2 ഡിഗ്രി ഒക്കെ എടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ BSc സുവോളജി ഗ്രാജുവേറ്റ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത്രയും തന്നെ BSc നഴ്സിംഗ് പഠിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ ലഭിക്കാനും പ്രസിഡന്റ് മെഡലൊക്കെ ലഭിക്കാനിടയായി. അതിനുശേഷം BEdന് പോയതിനു ശേഷമാണ് ഞാൻ അമേരിക്കയിലേക്ക് കടന്നു വരിടയായത്. വളരെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെ ഞാൻ അമേരിക്ക കടന്നു വന്നത് ഒരു സമാധാനമായ കുടുംബം നയിക്കുവാൻ പ്രത്യാശിച്ചുകൊണ്ടാണ്. എന്നാൽ എൻ്റെ കുടുംബജീവിതത്തിൽ വളരെ ദുഃഖത്തിനും പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും കാരണമാക്കി തീർത്തത് മറ്റൊന്നുമല്ല. ഞങ്ങള് അന്ന് ഞാൻ ഒരു സാധാരണ യാക്കോബ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു കനാനായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളായിരുന്നു. വളരെ പ്രതീക്ഷയോടെ കടന്നു വന്നെങ്കിലും അദ്ദേഹം ഒരു കർത്താവിനെ അറിയാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്യപിക്കുകയും അതുപോലെ പെട്ടെന്ന് കോപിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു. ഞാനാണെങ്കിൽ വളരെ സെൻസിറ്റീവ്, ഞങ്ങൾക്ക് ഒത്തുപോകാൻ വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ പല പ്രശ്ന പ്രതിസന്ധികൾ ഉടലെടുത്തു. ജോലിയൊക്കെ നല്ലത് ലഭിച്ചു. രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റത്തക്ക രീതി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും വളരെ പ്രതികൂലത്തിന്റെ ഒരു അവസ്ഥയിലൂടെയാണ് അന്ന് കുടുംബപരമായിട്ട് ഞാൻ കടന്നുപോയത്. പലപ്പോഴും ഞാൻ എൻ്റെ ബെഡിൽ കരഞ്ഞ് കിടന്നിട്ടുണ്ട്. തലയിണ എൻ്റെ കണ്ണുനീരാൽ നനഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് യേശുവിനെ വാസ്തവമായിട്ട് അറിയത്തില്ലായിരുന്നു. എന്നാലും ഞാൻ ദൈവമേ എന്ന് പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഞരക്കങ്ങളെ, ദൂരത്തുനിന്ന് നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ്, സ്നേഹിക്കുന്ന കർത്താവാണ്. അവിടത്തേക്ക് നമ്മളെ കുറിച്ച് ഉള്ളതൊക്കെയും സാധിക്കുന്ന ദൈവം. അങ്ങനെ എൻ്റെ ഭർത്താവ് ലിവറൊക്കെയും ഇൻഫ്ലെയിംഡ് ആയി, ലിവർ എൻസൈംസ് ഒക്കെ അബ്നോർമലായി. ആ സമയത്ത് തനിക്ക് അതിൽ നിന്നൊരു വിടുതൽ കിട്ടുവാൻ വേണ്ടി താനൊരു കരിസ്മാറ്റിക് റിട്രീറ്റിന് വേണ്ടി ന്യൂയോർക്കിലേക്ക് കടന്നുപോയി. ആ സമയത്ത് ഒക്കെയും ഒരു കാത്തലിക് കരിസ്മാറ്റിക് റിട്രീറ്റ് ആയിരുന്നു. വചനങ്ങളൊക്കെ കേൾക്കുവാനിടയായി. അപ്പോൾ അന്ന് തനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് അഡിക്ഷൻ വിടുതലിന് ലഭിക്കുവാൻ വേണ്ടിയാണ് കടന്നുപോയതെങ്കിലും തനിക്കൊരു മാറ്റമൊന്നും സംഭവിച്ചില്ല. എന്നാൽ താന് മടങ്ങി വരവേ കർത്താവായ യേശു തന്നോട് സംസാരിക്കുകയിടയായി തീർന്നു. ആ പ്ലെയിനിൽ വെച്ച് തന്നോട് ദൈവം ഇടപെടുകയും, നീ അനേക ദൈവങ്ങളെ തേടി കടന്നുപോയി. താന് ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലൊക്കെ ജോലി ചെയ്ത ആളായിരുന്നു. അവിടെയുള്ള ഓരോ ദൈവങ്ങളെയും ദൈവമെന്ന് ഓർത്ത് ആരാധിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു എൻ്റെ ഭർത്താവ്. ആ സമയത്ത് തനിക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഏത് ദൈവത്തെയും എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണെന്നുള്ളൊരു ചിന്തയും മനോഭാവവും ആരാധനയുമായിരുന്നു. എന്നാൽ വാസ്തവമായി അതിൽ വിശ്വസിക്കുന്ന അതിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പലപ്പോഴും താന് രാവിലെ കുളിച്ച് ഭസ്മം പോലും തൊട്ട് അതിന് മുമ്പിൽ കുമ്പിട്ട് വണങ്ങുന്നതും പ്രതിമകളുടെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങുന്നതും ഒക്കെ ഞാൻ കാണുവാനിടയായിത്തീർന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അന്യദേവന്മാരെ സേവിക്കുന്നതിന് വേദന വർദ്ധിക്കും. അങ്ങനെ കണ്ണുണ്ടായിട്ടും കാണാത്തതും, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തതും, വായുണ്ടായിട്ടും സംസാരിക്കാത്തതുമായ ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ഭസ്മം തൊടുകയും കൈകൂപ്പി നിൽക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ചന്ദനത്തിരി കത്തിക്കുകയും കാണുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ കാണുവാൻ ഇടയായിത്തീർന്നത്. പേര് മാത്രം ഒരു ക്രിസ്ത്യാനി, എന്നാൽ യേശുവായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആ വ്യക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു ഇറങ്ങി വന്നു. ആ പ്ലെയിനിൽ വെച്ച് തന്നെ ദൈവശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ തന്നെ താൻ ചെയ്തു കൂട്ടിയ ആ പാപങ്ങളെ കുറിച്ചൊക്കെ ദൈവം തനിക്ക് ബോധം വരുത്തിയിട്ട് ഹല്ലേലൂയ, ദൈവം ഒരു മാനസാന്തരത്തിലേക്ക് തന്നെ കൊണ്ടുവരിടയായിത്തീർന്നു. ഒരു പാപം മോചിക്കുവാനിടയായിത്തീർന്നു. യേശുവിന്റെ പൈതലാക്കി തീർത്തു. തന്റെ ഹൃദയത്തിൽ താൻ ദൈവം തനിക്ക് അനുതാപം കൊടുക്കുകയും പാപങ്ങൾ ഒന്നുപുറകെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്ത് യേശുവിനെ താൻ തന്നെ സ്വീകരിക്കുവാനിടയായിത്തീർന്നു. ഒരു ബോർഡിംഗ് പാസിലേക്ക് എഴുതിയാണ് യേശുവിനെ താന് ഹാലില് സ്വന്തം രക്ഷിതാവായി കർത്താവായി അംഗീകരിക്കാനിടയായിത്തീർന്നത്. പിന്നീട് എനിക്ക് മാറ്റം, തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് കാണുവാനിടയായിത്തീർന്നത്. താന് ഹാലില് മദ്യപിക്കുന്നത് നിർത്തി. തന്റെ കോപ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. തന്റെ ഹല്ലേലൂയ പല ദൈവങ്ങളെ സേവിക്കുന്ന കാര്യങ്ങളൊക്കെ
താൻ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്തു. ആ വിഗ്രഹങ്ങളെ നീക്കം ചെയ്തു. മെഴുതിരി കത്തിക്കുന്ന അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഇതൊക്കെയും മാറ്റിയിട്ട് താന് വചനം വായിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സകലത്തെ ഉളവാക്കിയ സൃഷ്ടമായ ദൈവത്തെ, യേശു കർത്താവിനെ, ഹല്ലേലൂയ, സകല നാമത്തിന് മേലാ നാമമുള്ള യേശുവിനെ ആരാധിക്കുവാൻ തുടങ്ങി, യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് യേശുവിൽ വിശ്വസിച്ച് ഹല്ലേലൂയ രൂപാന്തരം വരുന്നത് എനിക്ക് കാണുവാനും അനുഭവിക്കാനിടയായി തീർന്നു. ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നു. തന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. തന്റെ മദ്യപാനം നിർത്തൽ ചെയ്തു. ഹല്ലേലൂയ. തന്റെ ആരാധന രീതിക്ക് വ്യത്യാസം വന്നു. തന്റെ പെരുമാറ്റത്തിന് മാറ്റം വന്നു. തന്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നു. അല്ലെങ്കിൽ എടുത്തു പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ആളുടെ സ്വഭാവത്തിന് വ്യത്യാസം എല്ലാം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, യേശുവിന് മാത്രമേ ഒരാളെങ്ങനെ സമൂലമായി മാറ്റത്തിന് ഉടമയാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. രൂപാന്തരത്തിലേക്ക് വരുന്ന ആ അദ്ദേഹം, എൻ്റെ ഹസ്ബൻഡ് വചനം വായിക്കുവാൻ അത് എന്നോട് പറയാനിടയായി തീർന്നു. കർത്താവ് എന്റെയും ഹൃദയത്തെ തുറന്നു. ഞങ്ങൾ ഒന്നിച്ച് ഹല്ലേലൂയ സ്നാനപ്പെട്ട് കർത്താവിന്റെ സഭയിലേക്ക് ചേരുവാനും വചനം പഠിക്കുവാനും തുടങ്ങി. ദൈവമക്കളെ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വന്നു. യേശു വന്നപ്പോൾ സമാധാനം വന്നു. അന്യാരാധനകളും അതുപോലെ മദ്യപാനവും പെട്ടെന്ന് വരുന്ന കോപങ്ങളും ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ അസ്വാസ്ഥതകൾ പരത്തിയപ്പോൾ, ഹല്ലേലൂയ, സമാധാനമില്ലാത്ത അവസ്ഥ വരുത്തിയപ്പോൾ അത് മാറ്റുവാൻ യേശു സമാധാനപ്രഭുവായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് പണിയുകയും, ഹല്ലേലൂയ, ഞങ്ങൾ തമ്മിൽ സമാധാനം വളർത്തിയിരിക്കുകയും, ഹല്ലേലൂയ, ഹല്ലേലൂയ, സമാധാനവാഹികളായി, സമാധാന ദൂതുവാഹികളായി തീരുവാനും ദൈവമിടയാക്കി തീർത്തു. ദൈവമക്കളെ, അതിൽ നിന്ന് സമാധാനപരത്തെ കുടുംബത്തിന് അടിമയാകിയിരിക്കുന്നുവോ, അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നുവോ, എന്നെ കേൾക്കുന്ന ആര് തന്നെ ആയിരുന്നാലും യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ക്ഷമിക്കുമോ? അവനെ ക്ഷണിക്കുമോ? ആ പ്രശ്നത്തിന് പരിഹാരകൻ യേശുവാണ്. അവിടെ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തും. നമ്മുടെ അഡിക്ഷൻസിന് രൂപാന്തരം വരുത്തും. അഡിക്ഷൻസ് വിട്ടുപോകുവാൻ, മദ്യപാനമായിരിക്കട്ടെ, മയക്കുമരുന്ന് അഡിക്ഷൻ ആയിട്ടെ, വിച്ച് ക്രാഫ്റ്റ് അടിമപ്പെട്ടിരിക്കുന്നുവോ, പോണോഗ്രാഫിക്ക് അടിമപ്പെട്ടിരിക്കുന്നുവോ, ഏത് അഡിക്ഷനെയും മാറ്റുവാൻ യേശുവിന് കഴിയും. ഏത് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്? ഹല്ലേലൂയ, രോഗക്കിടക്കിലായിരിക്കുന്നുവോ, സമാധാനമില്ലാത്ത അവസ്ഥയാണോ, മാനസിക അസ്വസ്ഥതകളാണോ, യേശു പരിഹാരകനാ. അവന് ആൻസർ ആണ് എല്ലാത്തിനും. ഹല്ലേലൂയ. കാരണം അവന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. മരണത്തിന് നീക്കുപോക്ക് നൽകുന്ന ദൈവം, രോഗക്കിടക്ക് മാറ്റിവിരിക്കുന്ന ദൈവം, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം, പ്രശ്നത്തിന് പരിഹാരനാക്കുന്ന ആ യേശുവിൽ വിശ്വസിക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക. അവൻ ഇന്ന് നിങ്ങളുടെ അടുക്കലുണ്ട്. അവൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഹൃദയത്തിലേക്ക് അവനെ ക്ഷണിക്കൂ. നിങ്ങളുടെ ഭവനത്തിലേക്ക് അവനെ ക്ഷണിക്കൂ. നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് അവനെ ക്ഷണിക്കൂ. ഹല്ലേലൂയ. അവൻ ആ പ്രശ്നങ്ങൾ മാറ്റുവാൻ, ഹല്ലേലൂയ, സമാധാനത്തിന്റെ അവസ്ഥകൾ നൽകി തരുവാൻ വിശ്വസ്തനാണ്. അവനെ വിശ്വസിക്കുക. അവൻ നമ്മളെ ആരോഗ്യത്തോടെയും ബലത്തോടെയും ക്ഷമത്തോടെയും കാക്കുന്ന ദൈവമാണ്. സ്തോത്രം. പിന്നീട് ഞങ്ങൾ പല രാജ്യങ്ങളിൽ കടന്നു പോകാനിടയായി തീർന്നു. അനേകര് രക്ഷിക്കപ്പെടാനിടയായി തീർന്നു. ആദ്യം തന്നെ എൻ്റെ പിതാവ് എന്നെ കാണുവാനായിട്ട് അമേരിക്കയിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് വിസ കിട്ടി വന്നു. അദ്ദേഹം ഒരു യാക്കോബക്കാരനായിരുന്നു. നിങ്ങളുടെ ചർച്ചിലൊന്നും കടന്നു വരികയില്ല, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും സമ്മതിപ്പാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞു വന്ന സാഹചര്യത്തില് ഞങ്ങള് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങള് താഴെ പ്രാർത്ഥിക്കും. അപ്പച്ചന്റെ മുകളിലെ മുറിയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ചിക്കാലായിരുന്നു ആ സമയത്ത് ഞങ്ങള്. എന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പല മാസങ്ങൾ എൻ്റെ അപ്പച്ചന് വേണ്ടി, അപ്പച്ചന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവം തൻ്റെ ദാസന്റെ ഹൃദയം തുറന്നു. ഞങ്ങളോട് കൂടെ വന്നിരുന്ന് പിന്നീട് പ്രാർത്ഥിക്കുവാനും ഒന്നിച്ച് വചനം വായിക്കാനൊക്കെ ഇടയായി. താൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം, ഞാൻ ദുഷ്ടനായ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി. ഞങ്ങൾ വചനങ്ങളൊക്കെ അപ്പച്ചനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കർത്താവ് പ്രാർത്ഥിച്ചു, തന്റെ ഹൃദയം തുറന്ന് താനും സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവിടയായി തീർന്നു. എൻ്റെ അമ്മയും ചിക്കായില് ഞങ്ങളുടെ ഭവനത്തില് അമ്മയും കടന്നു വന്ന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ സഹോദരങ്ങൾ പലര് നാട്ടിലായിരുന്ന
തൃശ്ശൂരാണ് എൻ്റെ ഭവനം. അവിടെ ആയിരിക്കുന്ന പലരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലേക്ക് ചേരുവാൻ കുടുംബമായി ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തിന് മകത്തും. അതുപോലെ എൻ്റെ റിലേറ്റീവ്സ് ചിലർ രക്ഷിക്കപ്പെടുകയിടയായി തീർന്നു. എൻ്റെ അയൽപ്പക്കക്കാരിയായിരുന്ന ഒരു പഞ്ചാബി സ്ത്രീ രക്ഷിക്കപ്പെടുകയിടയായി തീർന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഹാർഡ് ടൈം തന്നിട്ടുള്ള ഒരു സഹോദരിയാണ്. പലപ്പോഴും പിന്നെ ചെറിയൊരു കാര്യത്തിന് പോലും വഴക്കുണ്ടാക്കുക ഒക്കെ ചെയ്ത ഒരു സഹോദരിയായിരുന്നു. ഒരു പന്ത് കുഞ്ഞുങ്ങൾ കളിച്ചാല് ആ പന്ത് അവരുടെ ലാൻഡിലേക്ക് പോയാല് അവരുടെ മുറ്റത്തേക്ക് പോയ അപ്പം അവർ വഴക്കുണ്ടാക്കുമായിരുന്നു. അതുപോലെ ഞാൻ കാറ് പുറകിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ വീല് അവരുടെ ഇതിലേക്കൊന്നും ആയിപ്പോയ അപ്പം അവർ വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു വഴക്കാളിയായ ആളായിരുന്നു. എന്നാൽ ഹാലേലൂയ, യേശുവിന്റെ സ്നേഹം അവളെ തേടിയെത്തി. ഞങ്ങൾ ഒത്തിരി വർഷം അവളോട് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഭവനം അവിടെ മാറി വേറൊരു വില്ലേജിലേക്ക് കടന്നുപോയ സാഹചര്യത്തിലാണ് ആ പഞ്ചാബി സഹോദരിക്ക് വലിയൊരു പ്രതികൂലം ഉണ്ടായത്. അവളും മരിക്കാനായിട്ടൊക്കെയും ആത്മഹത്യക്ക് വേണ്ടി ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. അവൾ മക്കൾക്ക് അസുഖം വന്ന സാഹചര്യത്തിൽ, അവളുടെ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ, എന്ത് ചെയ്യണമെന്ന് അവൾക്ക് തന്നെ അറിയാത്ത സാഹചര്യത്തിൽ അവള് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിക്കുവാനും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെ യേശു സ്വപ്നത്തിലൂടെ കാണിക്കുകയാണ്. യേശുവിനെ കുറിച്ചുള്ള സ്നേഹം എന്നോട് എൻ്റെ പേര് പറഞ്ഞു എൽസിയോട് ചെന്ന് സംസാരിക്കുവാൻ. അവൾ അങ്ങനെ ഞങ്ങൾ വേറൊരു വില്ലേജിലേക്ക് സ്ഥലം മാറിപ്പോയെങ്കിലും അവിടേക്ക് വരുവാനും ദൈവം അവളെ അയച്ചു. അങ്ങനെ അവൾ വന്നു. അവൾ പിന്നെ ദൈവത്തിന്റെ കർത്താവിന്റെ കൃപയാൽ അവളോട് വചനം പറയുവാനും ബൈബിൾ കൊടുക്കുവാനും അവൾ പിന്നീട് സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് എല്ലാ ബുധനാഴ്ചകൾ കടന്നു വരുവാൻ, അവളെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാൻ ഇടയായി. എന്നൊരു നല്ല സുവിശേഷയായി തീരുവാൻ ഇടയായി. അവള് നോക്കുക, അവളുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ മക്കളെ. അവളുടെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു, കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നു. ഒരു മോനെ പ്രത്യേകിച്ച് വളരെ സുഖം വന്നു. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. രോഗം മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധി, കുടുംബത്തിന്റെ അവസ്ഥകളൊക്കെ പോയ സാഹചര്യത്തിൽ യേശുവിനെ അവൾ കണ്ടെത്തിയപ്പോൾ അതെല്ലാം അവളുടെ മകരൊക്കെ പിന്നീട് മാസ്റ്റേഴ്സ് പഠിക്കാനിടയായി. രോഗം മാറി, വിവാഹിതനായി. അവളുടെ മകള് രക്ഷിക്കപ്പെട്ടു കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കുന്നു. അവള് നല്ല ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനും നല്ലൊരു അനേകരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മകളായി തീരുവാൻ ദൈവടയാക്കി. ഞാൻ പറഞ്ഞത് എന്താണ്? യേശു വന്നാൽ എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. യേശു നമ്മളെ സൗഖ്യമാക്കും. യേശു നമ്മളെ വിടുവിക്കും. യേശു ഹാലേലൂയ സമാധാന പ്രഭുവാണ്. അത് തന്നെയുമല്ല, ഈ ലോക ജീവിതം വെറും നൈമിഷികമാണ്. വചനത്തിൽ എഴുതിയിരിക്കുന്നത് അത് പുല്ലുപോലെ വാടിപ്പോകുന്നതാണ്, പൂവ് പോലെ ഉതിർന്നു പോകുന്നതാണ്, ഒരു നീരാവി മാഞ്ഞു പോകുന്ന പോലെ മാഞ്ഞു പോകുന്നതാണ്. നിഴൽ പോലെയാണ് നമ്മുടെ ജീവിതം. അത് വെയിലുള്ളപ്പോൾ നമുക്ക് നിഴൽ കാണാം, എന്നാൽ സന്ധ്യ ആ നിഴൽ മാറിപ്പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. എന്നാൽ ഹല്ലേലൂയ, ഈ ലോകത്തിനപ്പുറത്ത്, ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. അത് സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ചിലവഴിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. യേശു പറഞ്ഞ വാക്കാണത്. ഹല്ലേലൂയ, യേശു പറഞ്ഞത്. ഹല്ലേലൂയ, അതെല്ലാം ഈ ലോകത്തിൽ നമ്മൾ സംഭവിച്ചത് കണ്ടു. ഹല്ലേലൂയ, അതുകൊണ്ട് യേശു പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവൻ നമുക്ക് നിത്യജീവൻ നൽകിത്തരും. ഈ നമ്മുടെ പാപങ്ങളെ അവൻ മോചിക്കും. ഹല്ലേലൂയ, അവൻ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിതാവാണ്. ഈസ് എ ഡിസൈനർ. നമ്മളെ ഡിസൈൻ ചെയ്തത്, ലോക സ്ഥാപനത്തിനു മുമ്പ് അറുക്കപ്പെട്ട ആ കുഞ്ഞാട് നമ്മൾ അവന്റെ അവകാശികളായി തീരുവാൻ, അവന്റെ മക്കളായി തീരുവാൻ, അവന്റെ പൈതങ്ങളായി തീരുവാൻ ക്രൂശിൽ മരിച്ച് ആലയിലെ താടമുമ്പിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്നു. അവനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കും. അവന്റെ മക്കളായിത്തീരും, അവകാശികളായിത്തീരും. ഹല്ലേലൂയ. പിന്നെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് വചനമാണ്, ബൈബിൾ. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ എല്ലാ പുസ്തകങ്ങളും ഇടതുവശത്ത് വെക്കാൻ നമുക്ക്
പറ്റുകയുള്ളൂ. എന്നാൽ വലതുവശത്ത് നമ്മുടെ ജീവിതത്തിന് ആധാരമായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ മാനുവലായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് മാർഗദർശിയായിരിക്കുന്ന സ്വർഗത്തിലേക്ക് എങ്ങനെ പോകണം, നമ്മുടെ കുടുംബജീവിതം എങ്ങനെ നയിക്കണം, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, നല്ലൊരു സിറ്റിസനായി എങ്ങനെ തീരണം, നല്ലൊരു ദൈവത്തിലായി എങ്ങനെ ജീവിക്കണം എന്നൊക്കെ എഴുതിയിരിക്കുന്ന ബൈബിളാണ്. ആ ബൈബിൾ നമ്മൾ വായിച്ചാൽ നമ്മൾ ലജ്ജിതരായി പോകയില്ല. ഈ ബൈബിൾ നമ്മൾ വായിച്ചാൽ അത് നമ്മളെ ഉയർത്തും, അത് നമുക്ക് നിത്യജീവൻ നൽകിത്തരും. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് ഹല്ലേലൂയ ദൈവബദ്ധലായി തീരേണ്ടത്, എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് നാം നല്ലൊരു സഹോദരിയായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു മകളായി തീരേണ്ടതൊക്കെയും ഇതിനകത്തുണ്ട്. ഇത് നാം വായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ഇടപെടുന്ന ദൈവമാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് പിൻപറ്റാം. അവൻ നമ്മളെ രക്ഷിക്കും, അവൻ നമ്മളെ വിടുവിക്കും, അവൻ നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അനേക രാജ്യങ്ങളിൽ പോകാൻ കർത്താവിടയായി തീർന്നു. ഞങ്ങൾക്ക് വലിയ കഴിവൊന്നുമില്ല, എന്നാൽ ദൈവം നമ്മളോട് കൂടെയുള്ളത് കൊണ്ട് അവൻ സർവശക്തനാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികൾ സൗഖ്യമായി തീരുന്നത് നമ്മുടെ കഴിവും എടുക്കല്ല, യേശു അവരെ സൗഖ്യമാക്കുന്നു. അല്ലെങ്കിൽ പാപികളായിരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കുന്ന കർത്താവ് നമ്മളോട് കൂടെയുള്ളത് കൊണ്ട് അവൻ അവർക്ക് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. അവൻ അവരെ പാപത്തിൽ നിന്ന് മോചിക്കുന്നു, മാനസാന്തരം നൽകുന്നു. ഹല്ലേലൂയ. രോക്കടക്കെ വിട്ടെഴുന്നേൽക്കുവാൻ അനേക ദൈവം ഇടയാക്കി തീർത്തു. ദൈവമക്കളെ, ഇന്നെനിക്ക് പറയാനുള്ളത് യേശുവിൽ വിശ്വസിക്കുക. എന്റെ ക്യാൻസർ ദൈവം എന്നെ വിടുവിച്ചു, എന്റെ രോഗത്തിന് ദൈവം സൗഖ്യം തന്നത് മാത്രമല്ല, എന്റെ ഹൃദയത്തിന് സമാധാനം നൽകി, പ്രത്യാശ നൽകി, വിശ്വാസം നൽകിയ ആ യേശു ജീവിക്കുന്നു. അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം പറയുമോ? നിങ്ങൾ ജീവിതം സമർപ്പിച്ചു കൊടുക്കുമോ? ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അവന്റെ വരവ് ഏറ്റെടുത്തു. അവന്റെ വരവിൽ നാം തള്ളപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവനിൽ തന്നെ വസിക്കുവാൻ ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവോ? യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നുണ്ടോ? ഹല്ലേലൂയ. ആ കർത്താവ് നിങ്ങളെ അവന്റെ ഹൃദയത്തിന്റെ നിങ്ങളുടെ ഹൃദയത്തിന് വാതിക്കൊന്നും വിട്ടുകയാണ്. അവൻ നിങ്ങളെ നിങ്ങൾ അവനെ ക്ഷണിച്ചാൽ അവൻ നിങ്ങളോടുകൂടെ ഒന്ന് വാസം ചെയ്യുവാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ അവനിന്ന് തയ്യാറാണ്. അവൻ വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെവൻലി വേ ഒരുക്കിയിട്ടാണ് യേശു പോയത്. ആ ഹെവൻലി വേ യേശുവാണ്. ഒരു ഹെവൻലി ഹെൽപ്പർ ഹോളി സ്പിരിറ്റിന് ദൈവം നിങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഹോളി സ്പിരിറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ആ പരിശുദ്ധമായ ദൈവം നിങ്ങളെ നിറയ്ക്കും. ഒരു ഹെവൻലി പീസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഹെവൻലി പീസ് യേശുവാണ്. കാരണം അത് പ്രിൻസ് ഓഫ് പീസ് ആണ്. ഹല്ലേലൂയ. ആ ഹെവൻലി ഫെലോഷിപ്പ് നിങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. അത് യേശുവായിട്ടുള്ള ഫെലോഷിപ്പാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോടുകൂടെ ഒന്ന് വാസം ചെയ്യും. നമ്മളോടുകൂടെ വസിക്കുന്ന ഒരു ഹെവൻലി ഫെലോഷിപ്പ് അത് യേശുവാണ്. ആ യേശുവിനെ അംഗീകരിക്കുക. ആ യേശു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ നമ്മുടെ ഷെപ്പേർഡാണ്. നാം അവന്റെ ആടുകളാണ്. അവൻ നമ്മുടെ തലയാണ്. അവനിൽ വിശ്വസിച്ചാൽ ആ തലയില്ലാതെ നമ്മുടെ ശരീരത്തെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവനിൽ വിശ്വസിച്ച് നമുക്ക് അവന് വേണ്ടി ഹല്ലേലൂയ താഴ്ത്തി കൊടുക്കാം. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥന നിർത്താം. പിതാവേ ദൈവമേ, അടിയനെ കേട്ട എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ ബ്ലസ് ക്രൈസ്റ്റ് എന്ന ഈ TV ചാനലിനെയും പാസ്റ്റർ അനീഷ് സ്റ്റാൻലിയെയും അനുഗ്രഹിക്കുമാറാകണമേ. എന്നെ കേൾക്കുന്ന എല്ലാവരും യേശുവിനെ കണ്ടെത്തുവാൻ, അവന്റെ ഹല്ലേലൂയ സമാധാനം സന്തോഷമുള്ളവരായി യേശുവിനെ അംഗീകരിക്കാൻ തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ അടിയനെ ശ്രമിക്കുന്നുവെങ്കിൽ അവർ സൗഖ്യമായി തീരട്ടെ. അഡിക്ഷൻസ് ഇപ്പോൾ വിട്ടുപോകട്ടെ. യേശുവിനെ ഹല്ലേലൂയ പിതാവും ഹല്ലേലൂയ രക്ഷകനുമായി അവർ അംഗീകരിക്കട്ടെ. അപ്പച്ച, അങ്ങയുടെ കൃപയിലേക്ക് അവരെ നടത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിനെ തന്നെ. ആമേൻ.